ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹവ് യു ഓൾ? ഞാനും ഫാമിലിയും അൽഹംദുലില്ലാ അവിടെ സുഖമായിട്ടിരിക്കുന്നു. ചീസി സോസേജ് നൂഡിൽസാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പം അതിനായിട്ട് ഇൻഡോമി ബ്രാൻഡിൻ്റെ സ്പെഷ്യൽ ചിക്കൻ ഫ്ലേവർ നൂഡിൽസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ ഒരു മസാല പൗഡറിൻ്റെ സാഷ ഉണ്ടാവും, അതും കൂടി ഇട്ട് അതിലൊരു സീസണിങ് ഓയിലും കൂടി ഉണ്ടാവും ഇൻഡോമി നൂഡിൽസിലാകുമ്പോൾ. അതും കൂടി ഇട്ട് നോർമലി നമ്മൾ നൂഡിൽസ് വേവിക്കാൻ വെക്കുന്ന പോലെ വേവിക്കാൻ വെക്കും. അതവിടെ കുക്ക് ചെയ്യാൻ വെക്കാം. ആ ഗ്യാപ്പിൽ നമുക്ക് സോസേജ് എടുത്ത് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. അതിനുശേഷം കുക്കിംഗ് പാൻ എടുക്കാം. ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പാൻ ചൂടായതിനു ശേഷം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സോസേജസ് എല്ലാം പാനിലോട്ടിട്ട് ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു ഹാഫ് ചിക്കൻ സ്റ്റോക്കും കൂടെ ഇട്ട് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്കിൽ ഓൾറെഡി ഇപ്പോൾ ഉള്ളതുകൊണ്ട് അതിലോട്ട് ഉപ്പ് എക്സ്ട്രാ ആഡ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഇത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ അടുത്ത് ഒറിഗാനോ, തൈം അങ്ങനെ പോലുള്ള ഹെർബ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പം അതവിടെ സ്റ്റീർ ഫ്രൈ ചെയ്യാൻ വെക്കുക. അതിനിടയിൽ ജസ്റ്റ് നമ്മൾ നൂഡിലൊന്ന് നോക്കുന്നുണ്ട്, നൂഡിൽ വേവുന്നേ ഉള്ളൂ. ഇടയ്ക്ക് നമ്മൾ സോസേജസ് ഒന്ന് സ്റ്റോട്ട് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്ക് നൂഡിലൊന്ന് നോക്കുക. അപ്പോൾ ആ നൂഡിലായി വന്നിട്ടുണ്ട്. നൂഡിലായി വരുമ്പം ഈ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ സോസേജസ് അതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് വെക്കാം. അതിനുശേഷം രണ്ടും കൂടെ ഒന്ന് മിക്സായി വരുമ്പം അതിലോട്ട് നമ്മൾ മൊസറല്ല ചീസ് ഉണ്ടല്ലോ അതൊന്ന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചീസൊക്കെ മെൽറ്റായി കിട്ടും. ചീസ് നല്ലോണം ഇഷ്ടമുള്ളവരാണെങ്കിൽ ചീസ് കൂട്ടി കൊടുക്കുക. അത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് കുറച്ച് കൊടുക്കുക. നമ്മളെ അളവിനനുസരിച്ച് ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ ചീസി സോസേജ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. മുകളിൽ ചീസൊക്കെ ഇട്ട് അത് മെൽറ്റായി വന്നപ്പം ഓൾമോസ്റ്റ് പിസയുടെ ഒക്കെ ലുക്കായപ്പം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ്. പെർഫെക്റ്റ് ആയിട്ടൊരു പിസ്സ പോലൊക്കെ വന്നു. ഇത് നല്ല ചൂടോടെ കഴിക്കണം കേട്ടോ. ചൂടായിരിക്കും അതിൻ്റെ ടേസ്റ്റ് കുറയും. അപ്പം നല്ല ചൂടോടെ സെർവ് ചെയ്ത് കഴിക്കാം. പിള്ളേർക്ക് നല്ലോണം ഇഷ്ടമാവും, ബിക്കോസ് സോസേജസും നൂഡിൽസും ഒക്കെയാണല്ലോ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പം ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.